ദ പവർ ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ ശക്തി. കഴിഞ്ഞ 2 ദിവസവും ഗോഡ് സ്പീക്സ് ഇൻ സൈലൻസ്, ദൈവത്തിൻ്റെ ലാംഗ്വേജ് നിശബ്ദതയാണ്. ദൈവം നേരിട്ട് സംസാരിക്കുന്നതുകൊണ്ട്, പക്ഷേ ഈ ടോപ്പിക്ക് ദൈവത്തിൻ്റെ സൈലൻസിനെ കുറിച്ചാണ്. അപ്പം കർത്താവ് സൈലൻസിൽ കൂടെ പലപ്പോഴും സംസാരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഓരോ കാര്യങ്ങളും ചിന്തിച്ചിട്ട് അവസാനം ദൈവം പറയും ഉണ്ടാകട്ടെ. അപ്പം കർത്താവിൻ്റെ സൈലൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത് സങ്കീർത്തനം 19, ഈ നിശബ്ദതയുടെ ശക്തി എന്നൊക്കെ പറയുമ്പോൾ വചനം വ്യക്തമായിട്ടും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 19 വായിക്കാം. നിശബ്ദം, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. നിശബ്ദമാണ്, പക്ഷേ മഹത്വം ആകാശത്തിൽ കാണിക്കും. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലകളെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കു പൊഴിക്കുന്നു. രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനില്ല. ഭൂമിയിൽ എല്ലായിടും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനവും ചെല്ലുന്നു. കണ്ടോ, ഭൂമിയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം പോകുന്നതിന് അവിടെയെങ്കിലും ഒരു ശബ്ദവും കേൾപ്പിക്കുന്നില്ലെന്ന്. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു. രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഒരു ശബ്ദവും അവിടെങ്ങും ഇല്ല. അവിടെ അവൻ സൂര്യൻ ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെപ്പോലെ അവൻ്റെ ഓട്ടമോടുവാൻ അവൻ സന്തോഷിക്കുന്നു. ആകാശത്തിൻ്റെ അറ്റത്ത് നിന്ന് അറുതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവുമാകുന്നു. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനെ മറഞ്ഞൊന്നുമില്ല. ദൈവം നിശബ്ദനായിട്ട് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ ആരെന്നെ പറഞ്ഞാലും ഞാൻ ഉത്തരം പറയണ്ടെന്നേ. അവൻ വലിയവനാണ്, അവൻ കൂടെ നിൽക്കുകയാണ്. നമ്മുടെ സാന്നിധ്യം, അവൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ എന്നെ വിട്ടു പോകത്തില്ല എന്നുള്ള വിശ്വാസം നമുക്ക് വരുമ്പോൾ നമ്മൾ അധികം വർത്തമാനം പറയൂല. അതുകൊണ്ടാണല്ലോ പിന്നെ പറയുന്നത്, പിന്നെ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസം, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, ഒട്ടഴിയാതെ നീതിയുള്ളവ. ഇതെല്ലാം വായിച്ചു നോക്കാനുള്ളൂ സങ്കീർത്തനം 19. പക്ഷേ ദൈവം പറയും, ദൈവത്തിൻ്റെ വചനം പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരം, അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അപ്പം ദൈവവചനം വായിക്കുമ്പോൾ വി ആർ അബ്സോർബിങ് ഗോഡ് ഹിംസെൽഫ്. ദൈവത്തിൻ്റെ ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും വിസ്ഡവും നോളജും എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കയറുകയാണ്. ഒത്തിരി അറിവുള്ളവൻ എപ്പോഴും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കില്ല. നിറകൂടം തുളുമ്പത്തില്ലെന്ന് പറഞ്ഞ പോലെ ആവശ്യമുള്ളപ്പം പറയും, അല്ലാതെ പോലും മിണ്ടാതിരിക്കും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഓൾസോ. പിന്നെ പറഞ്ഞാൽ തന്നെ ശിഷ്യന്മാരുടെ നാവായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സൈലൻസ് വളരെ പ്രധാനമാണ് വേദപുസ്തകത്തിൽ. അപ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഈ 19:14 പറഞ്ഞ്, എൻ്റെ പാറ, എൻ്റെ വീണ്ടെടുപ്പുകാരനെ യഹോവ, എൻ്റെ വായിലെ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കട്ടെ. ഹൃദയത്തിലെ ധ്യാനത്തിൽ നിന്നാണ് വാക്ക് വരേണ്ടത്, അല്ല ചുമ്മാ വിളിച്ച് പറയരുത്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ ദൈവമാണ്, അവൻ എനിക്കുണ്ട്, അവൻ എൻ്റെ വീണ്ടെടുപ്പ്. ബോവസ് റൂത്തിൻ്റെ കാര്യം അന്വേഷിക്കുമ്പോൾ റൂത്ത് കയറി ഒന്നും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? റൂത്തിന് വേണ്ടതെല്ലാം ബോവസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ബോവസ് വീണ്ടെടുപ്പുകാരനാണ്. അതുപോലെ യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, നമ്മുടെ മക്കളുടെയാണ്, നമ്മുടെ കുടുംബത്തിൻ്റെയാണ്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 4:35 പറയുന്നുണ്ട്, ഈ ഭൂതബാധിതന് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു ശാസ്ത്രിന്, മിണ്ടരുത്, അവനെ വിട്ടുപോ. അവനെ വിട്ടുപോയി. അപ്പം ഭൂതം കിടന്ന് അലയ്ക്കാൻ നേരത്ത് ദൈവം പറഞ്ഞു മിണ്ടല്ലെന്ന് പറഞ്ഞു. ഈ ഇപ്പോഴത്തെ ഒരു പ്രവണത കണ്ടിട്ടുണ്ടോ? നമ്മൾ പിശാചിനെ ഇറക്കാനാന്ന് പറഞ്ഞ് തുടങ്ങി വെച്ച് അവരെ കൊണ്ട് പലത് പറയിപ്പിച്ച് ചെയ്യിപ്പിച്ച്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ അവർ സംസാരിക്കുന്നത്? അവനൊന്നും എത്ര വലിയ കഴിവുണ്ട്? അവൻ്റെ സംസാരം കേട്ടാലേ നിങ്ങൾക്ക് വിശ്വാസം വരത്തുള്ളൂ. These are things which we are deviating from the strength and power of God. മിണ്ടരുത്, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാൽ അവൻ മിണ്ടാതെ ഇറങ്ങിപ്പോണമെന്ന്. കോലാഹലമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ അടുക്കൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ എത്ര പ്രാവശ്യം അവൻ വന്ന് നോക്കി, പക്ഷേ അടുക്കാനത്തില്ല. മനസ്സിൽ കൂടെ ചിന്തയിട്ടപ്പോൾ വചനം കൊണ്ട് റിഫ്യൂട്ട് ചെയ്തു. പിന്നെ കർത്താവ് ഉറക്കെയൊന്നും വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പത്രോസിനോട് മാത്രം പറഞ്ഞു, പിശാചന്മാർ, പത്രോസിനല്ല, പത്രോസിലുള്ള പിശാചിന് വിട്ട്
ബാക്കിയുള്ളവരോടൊന്നും പറയുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ കർത്താവ് പലപ്പോഴും നിങ്ങളുടെ അവിശ്വാസം എന്തുവാ? എൻ്റെ കൂടെ ദൈവം ഉണ്ട് എന്നുള്ള ഉറപ്പില്ലാത്ത അവിശ്വാസം. നമ്മൾ മൗനം പാലിച്ചാൽ ദൈവം സംസാരിക്കും. ദൈവനിർദ്ദേശം കേൾക്കാൻ മൗനമായിട്ടിരിക്കണം. പുറപ്പാടിൻ്റെ 14:13 പറയുന്നു, ദൈവം മോശയോട് പറഞ്ഞു, ഭയപ്പെടണ്ട, ഉറച്ചു നിൽക്കേ. അതുപോലെ ഇന്ന് കണ്ട ശത്രുവിനെ നീ ഇനി കാണത്തില്ല. ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. മോശ കരഞ്ഞപ്പോൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. എന്താ? എൻ്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് എഴുന്നിട്ട്. അപ്പോൾ ചെങ്കടൽ രണ്ടായിട്ട് അപ്പുറത്ത് പോയി. മറിയ മിണ്ടുന്നില്ല. മറിയ എപ്പോഴും യേശുവിൻ്റെ അടുക്കൽ ഇരുന്ന് വചനം കേൾക്കാനാണ്. ഇന്നർ സ്പിരിറ്റ് ഈസ് തേഴ്സ്റ്റി. ഇന്നർ സ്പിരിറ്റിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി മറിയായിരിക്കും. മാർത്തയുടെ അടുക്കള വലിയ ബഹളം, ശബ്ദം ഉണ്ടാക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, മേശക്കിടും. മാർത്ത കംപ്ലയിൻറ്റ് ചെയ്തു. ഭർത്താവ് ഒന്നും പറഞ്ഞില്ല. ഭർത്താവ് പറഞ്ഞു, മാർത്തയെ നീ പലതിനെ ചൊല്ലി വിഷമിക്കുക. ഇവള് നല്ലത് തിരഞ്ഞെടുത്ത്, അവിടെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണ് യേശു കാണിച്ചു കൊടുത്തത്. അല്ലാതെ ഹബക്കൂക്കിനകത്ത് 3:14 ഹബക്കൂക്കിന് മിണ്ടാതിരിപ്പാൻ ഒരു ഹബക്കൂക്കല്ല, എക്ലീഷ്യാസ്റ്റിക്സ് 3:7 മിണ്ടാതിരിപ്പാൻ ഒരു കാലമുണ്ട്, സംസാരിപ്പാൻ ഒരു കാലമുണ്ട്. ഹബക്കൂക്ക് 2:3-4 ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് പലകമേൽ എഴുതാൻ ദൂരെ നിന്ന് വായിക്കത്തക്കത്തിൽ എഴുതി വെക്കണം. അത് വരും, നിശ്ചയമായിട്ടത് വരും. നീ കിടന്ന് ബഹളം വെക്കാതെ വരും നിശ്ചയം എന്ന് പറഞ്ഞാൽ മതി, ബാക്കി ദൈവം ചെയ്തോളും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ, ആത്മീയ ശക്തിയിൽ നിന്നുകൊണ്ട് നമ്മൾ ആത്മാവിൽ ബലപ്പെടണം. ഈ സങ്കീർത്തനം 18:30 അങ്ങനെയാണ്. 18:30 ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്. 18:30 യഹോവയുടെ വചനം ഊതിക്കഴിച്ചത് തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. ഈ ദൈവം അല്ലാതെ വേറെ ആരാ നമുക്കുള്ളത്? എന്താണ് ഞാൻ പറയുന്നത്? നമ്മുടെ ഹൃദയം എത്ര ചെറുതോ വലുതോ എന്നുള്ളതല്ല, നമ്മളെ മുഴുവനായിട്ട് സാച്ചുറേറ്റ് ചെയ്ത് ദൈവത്തെ കൊണ്ട് നിറയ്ക്കണം. അത് രാവിലെ തോറും 7 മണിക്ക് വചനം കേൾക്കുന്ന പല കുടുംബങ്ങളിലും വിടുതലുണ്ട്. രട്ട് മാറ്റിയിരിക്കുന്നു. കർത്താവ് പറയുകയാണ്, രട്ട് മാറ്റി നിനക്ക് അനുഗ്രഹം ഞാൻ തന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ, നമ്മുടെ മക്കളുടെ മേലെ, നമ്മുടെ കൊച്ചുമക്കളുടെ മേലെ, അറിയപ്പെടുന്ന നമ്മുടെ ആവശ്യങ്ങളെല്ലാം രക്തത്താൽ ചിഹ്നമിടണം. അപ്പോൾ ഇന്നർ സൈലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മിസ്റ്ററി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ അറിയാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. മോശ 40 ദിവസം സീനായ് മലയുടെ മുകളിലിരുന്നു. സീനായ് മലയിടുമ്പം ദൈവത്തെ നേരിട്ട് കണ്ട് ദൈവം ആരെന്നും ദൈവത്തിൻ്റെ ശക്തി എന്തെന്നും നേരിട്ട് കണ്ട മോശ ഇറങ്ങി വന്നിട്ട് ആ മോശയാണ് പിന്നെ ദൈവത്തിൻ്റെ ആത്മാവിൽ 10 കൽപ്പന എഴുതിയത് മനുഷ്യർക്ക് കൊടുക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഈ ശക്തി അതിനു മുമ്പേ മോശ ഒരു ഭാഗത്ത് ചോദിക്കും, നിന്നെ ഒന്ന് കണ്ടാൽ കൊള്ളാം. അപ്പോൾ ദൈവത്തിനെ കണ്ടതോടെ മോശയുടെ സകല സംശയവും മാറി. ഈ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്നും അവനെ തന്നെ നമുക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു എന്നും നമുക്ക് ഉറപ്പ് വന്നാൽ നമ്മുടെ കൗണ്ടനൻസ്, നമ്മുടെ മുഖത്തിന് വ്യത്യാസങ്ങൾ. അപ്പം അവർ ഇമോഷൻസ് ആർ ക്വയറ്റ്, ദേ ആർ എ ഡിഫറെൻറ്റ് ലാംഗ്വേജ്. ഇമോഷൻസ് ഡോണ്ട് ടെൽ അസ് വാട്ട് ദേ ആർ ഫീലിംഗ്. അത് നമ്മുടെ വികാരങ്ങളും വിചാരങ്ങൾക്കും ശബ്ദമില്ല, അതിന് ശബ്ദമില്ല. നമ്മൾ വിചാരത്തിൽ എന്തൊക്കെയോ കരുതി കൂട്ടുന്ന ഒന്നിനും ശബ്ദമില്ല. പക്ഷെ ഇത് പുറത്തോട്ട് ആക്ഷനായിട്ട് വരുമ്പോഴാണ് അതിന് ശബ്ദമോ അല്ലെങ്കിൽ ഇഫക്റ്റോ വരുന്നത്. ഇൻ ദ ക്വയറ്റ്നെസ് ഓഫ് ടൈം നമ്മുടെ ബുദ്ധിമണ്ഡലത്തിന്, അതായത് ഞാൻ പറയുന്നത് നമ്മുടെ ചിന്താമണ്ഡലം അല്ലെ മൈൻഡിനെ ഹാർട്ടിനകത്ത് കൊണ്ടുവെക്കാൻ പഠിക്കണം. മൈൻഡിനെ അവിടുന്ന് ഇറക്കിക്കൊണ്ടുവന്ന് അപ്പോൾ കമ്പാഷൻ വരും. മൈൻഡ് റീസണാണ്. അവനോട് ഇറങ്ങിപ്പോകാൻ വാടകയ്ക്ക് കൊടുത്ത് 2 മാസമായിട്ടും സാലറി തരുന്നത് അല്ലെങ്കിൽ വാടക തരുന്നത്, ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഇറങ്ങിപ്പോക്കാണ്. ദാറ്റ് ഈസ് ലോജിക്ക്, നിയമമാണ്. പക്ഷേ അവന് കാരണം കണ്ടുപിടിച്ചില്ല വീട്. സോ വി ഹാവ് ടു ബ്രിങ് ദാറ്റ് പോയിന്റ് ടു ദി ഹാർട്ട്. തലേന്നത് അവന് വേറെ നിവൃത്തിയില്ല, 2 മാസം വേറെ കണ്ടുപിടിക്കുമെങ്കിൽ 2 മാസം കൂടെ നിന്നോട്ടെ, സാരമില്ല. അത് മുതലെടുക്കുന്നവരുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ നമ്മുടെ ചിന്തകൾ ഹൃദയത്തിനകത്ത് വന്ന് കാണുമ്പോൾ കമ്പാഷൻ ആൻഡ് ജെൻറ്റിൽനെസ്, കരുതൽ, സ്നേഹം ഒക്കെ വരുന്നത് പെട്ടെന്ന് എടുത്തു ചാടുമ്പോഴാണ്. മനസ്സിലെ ചിന്തകൾ വിളിച്ചു പറയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ടു ബ്രിങ് ഇറ്റ് ഫ്രം ദ ഹെഡ് ടു ദി ഹാർട്ട്. തലയ്ക്കകത്തുനിന്ന് ഹൃദയത്തിൻ്റെ ലെവൽ ഇത്ര ദൂരമല്ലേ ഉള്ളൂ, ഇത്ര ദൂരം, ഒരടി പോലും ഇല്ല. അതുപോലും എടുക്കുന്നില്ലല്ലോ നമ്മൾ. എന്താണ് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കുത്തിക്കൊല്ലുന്നത്? കാരണം അവരെന്തെങ്കിലും പ്രകോപിപ്പിക്കുമ്പം
കയ്യിൽ തോക്കോ അല്ലെങ്കിൽ കയ്യിൽ കടാരിയോ എന്താണ് ഉണ്ടെങ്കിൽ അത് വെച്ച് കുത്തും. കാരണം ഹീസ് വെരി ആക്ഷൻ ഓറിയൻറ്റഡ്. ചിന്തിക്കുന്നതിന് മുമ്പേ പ്രവർത്തിക്കും. അതെല്ലാം മണ്ടത്തരമാണ്. ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ ക്വയറ്റ് ടൈം വിത്ത് ദ ലിവിങ് ഗോഡ്. ദൈവം നമ്മുടെ ഇമോഷൻസിനെ കാണുന്നുണ്ട്. കർത്താവിന് നിർബന്ധമാണ് നമ്മുടെ വികാരങ്ങളുടെ ശക്തിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ലല്ലോ. ഉണ്ടോ? എനിക്കിതാണ് എൻ്റെ വികാര ചോദ്യം. അത് നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യാണ്. ഹാവ് യു എവർ ബ്രോട്ട് ഇറ്റ് ബിഫോർ ദ ലിവിങ് ഗോഡ്? എൻ്റെ വിചാരങ്ങളും വികാരങ്ങളും യേശുക്രിസ്തുവിൽ കഴുകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിന്താമണ്ഡലത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് അനലൈസ് ചെയ്തിട്ട് വരും വരാഴികൾ ചിന്തിച്ചിട്ട് അതിന് അല്പം നമുക്ക് ഇച്ചിരി നഷ്ടം വന്നാലും സാരമില്ല, നമ്മളത് വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ അതിൽ ക്ഷമ കാണിക്കുന്നു എന്നുള്ള ചിന്ത വരണമെങ്കിൽ ഇറ്റ് നീഡ്സ് ക്വയറ്റ് ടൈം. അപ്പോൾ ദൈവത്തിൻ്റെ ക്വയറ്റ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി ട്യൂൺ ഇൻ ടു ദ സൈലൻസ് ഓഫ് ഗോഡ് വിത്തിൻ us. അപ്പോൾ ഈ ക്വയറ്റിംഗ് ഡൗൺ ourselves ഈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തെ കാണത്തുള്ളൂ. എളുപ്പമൊന്നും കാണത്തില്ല. സോ ഇറ്റ് ടേക്സ് ടൈം. ഇത് പ്രാക്ടീസ് വേണം, ദിനം പ്രതി പ്രാക്ടീസ് വേണം. ദൈവം നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ്. ഈ ഒരു സത്യം അറിഞ്ഞ സ്ഥിതിക്ക് ആദ്യ 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് സൈലൻ്റായിട്ടിരുന്ന് നോക്ക്. അന്നേരം ചേരുന്ന ചിന്തകൾ ക്രിസ്തുവിൽ മാത്രം സെൻറ്റർ ചെയ്യുക. അതല്ലാത്ത വരുന്ന എല്ലാം ഇടയ്ക്ക് വന്ന് നമ്മളവിടെ ഫൊർഗീവ് ചെയ്യണം. എന്നിട്ട് അത് സാരമില്ല, അടുത്ത് വീണ്ടും തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ ട്രെയിൻ ചെയ്ത് ക്രിസ്തുവിൽ തന്നെ കൊണ്ടുവന്ന് കഴിയുമ്പം കാര്യങ്ങൾ മാറും. We become different persons. We beholding the grace and the love and the glory of the living God. അങ്ങനെ ആകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. അത് we are beholding the glory of the living God. നിൻ്റെ ഇന്നർ സൈലൻസ്, എക്സ്റ്റേണൽ സൈലൻസ് അല്ല, ഇന്നർ സൈലൻസ് ഞങ്ങൾ ആഗ്രഹിക്കുമ്പം പുറമേയുള്ള ഡിസ്ട്രാക്റ്റീവ് ശബ്ദങ്ങൾ മാറ്റിത്തരണം കർത്താവേ. ഇത് ബൊമ്പാട് ചെയ്യുന്നത് പോലെ അവിടെ ഇവിടെ മൈക്കിൽ കൂടെ വരുന്നത്, മറ്റുള്ളവർ പറയുന്ന ചിന്തകൾ, ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്നത്, ഇതൊക്കെ ഒഴിച്ചു മാറ്റിയിട്ട് അല്പനേരം നിൻ്റെ സന്നിധിയിൽ വന്ന് എൻ്റെ മുറിക്കകത്തൊളിച്ചിരിക്കുന്ന പോലെ ഇരുന്നിട്ട് ഞങ്ങളുടെ അന്തരാത്മാവിലേക്ക് നോക്കിയിട്ട് അവിടെ ശാന്തത ഇട്ടു തരുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അടുക്കിലേക്ക് രാവിലെ തോറും കൊണ്ടുവന്നേ പറ്റൂ. കിടക്കാൻ നേരത്ത് പല ചിന്തകൾക്ക് ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ച് കിടന്നതാണ് ഞങ്ങൾ. പക്ഷെ നേരം വെളുത്തിട്ടൊന്നും മാറിയിട്ടില്ല. പക്ഷെ സാരമില്ല, അതും കൊണ്ട് നിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുക. തക്ക സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി വരും. കാരണം എൻ്റെ കൂടെ ഉണ്ട്, സംസാരിക്കുന്നില്ലേലും കൂടെ ഉണ്ട്. അങ്ങനെയാണല്ലോ അപ്പച്ചൻ പറയുന്നത്, ഐ വിൽ നെവർ ലീവ് യു നോ forsake you. ഞാൻ നിന്നെ ഇട്ടേച്ച് ഒരിക്കലും എങ്ങും പോകില്ല. ഞാൻ അനന്യൻ തന്നെ. ഞാൻ പ്രവർത്തിക്കും നിശ്ചയം. എൻ്റെ കൈ ആർക്ക് തടുത്ത് നിൽക്കാൻ സാധിക്കും? ഞാൻ പ്രവർത്തിക്കും. ആര് തടുക്കും? അങ്ങനെ നീ ചോദിക്കുന്നു. നിൻ്റെ പ്രവർത്തനം കാണാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. ഞങ്ങളിൽ കൂടെ നീ പ്രവർത്തിക്കുന്ന കാണാൻ. സ്കിമിറ്റ് സോ അനോയിൻറ്റിങ്. ഞങ്ങൾ നിന്നെ ധരിക്കണം കർത്താവേ. നിന്നിൽ ഞങ്ങൾ ഒളിച്ചിരിക്കാൻ പഠിപ്പിച്ചാട്ട്. അങ്ങനെ നിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് അധികം വർത്തമാനം പറയാതെ ആവശ്യമുള്ളത് മാത്രം പറഞ്ഞ് സമാധാനത്തിൻ്റെ ദൂത് ശിഷ്യന്മാരുടെ നാവാക്കി ഞങ്ങൾക്ക് മാറ്റിത്തന്നതിന് സ്തോത്രം ചെയ്തു. തലമുറകൾക്ക് ഈ കൃപ ഇട്ട് കൊടുക്കണമേ. വേർ വി എൻഡഡ് ദ ചിൽഡ്രൻ ഷുഡ് സ്റ്റാർട്ട്. അതെ അപ്പച്ച, ഞങ്ങൾ ഈ എടുത്ത് പഠിക്കുന്ന നിൻ്റെ വചനങ്ങളുടെ അവസാനത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തുടങ്ങണം. ട്രെയിനിങ് കൊടുക്കണേ അപ്പച്ച. അപ്പച്ചൻ്റെ ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നതിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.